നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള മൂന്നാമത്തെ ഏകദിനം മറ്റന്ന്, അതായത് 7-ാം തീയതി വീണ്ടും കളിക്കും. വീണ്ടും ഇതുപോലെ സ്പിൻ പിച്ചിൽ തന്നെയാണ് കളി. അപ്പോ നമുക്കറിയാം, തുടർച്ചയായ 3 കളികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയെ പോലുള്ള, അതായത് ചാമ്പ്യൻസ് ട്രോഫി പിന്നീട് മത്സരത്തിൽ പോലും അർഹത നേടാത്ത ശ്രീലങ്കയെ പോലുള്ള, അതും അവരുടെ ഒരു സെക്കൻഡ് ടീം എന്ന് തന്നെ പറയാം, അവരുടെ മെയിൻ പിന്നീട് ബൗളേഴ്സ് ഒന്നും ഇല്ല, അതുപോലത്തെ ടീമിനോട് കൂടി 2 പ്രാവശ്യം ടൈയിൽ കലാശിക്കുകയും 1 കളി തോൽക്കുകയും ചെയ്തു. അതായത് ലാസ്റ്റുള്ള 3 കളികൾ നോക്കുകയാണെങ്കിൽ 2 ടൈകളാണ്. ഈ പറയുന്ന ശ്രീലങ്കയെ പോലുള്ള ഒരു ടീമിനോട് 2 ടൈകൾ, 3ാമത്തെ കളി വളരെ നാണം കെട്ട് തോൽക്കുകയും ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ ഒരു വിവാദം വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഒണ്ടയില് ഇപ്പം ഒരു 8 മാസം മുമ്പ് വരെ ICC ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഒണ്ടയിലായാലും ടൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സൂപ്പർ ഓവർ വേണമെന്നുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശ്രീലങ്കയിലുള്ള അവരൊക്കെ മറന്നുപോയി, സോറി അങ്ങനെയൊക്കെ ചെയ്യാമായി വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ വരുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അവരെന്ത് തേങ്ങയാണ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതായത് T20 പോലെ ഒണ്ടയിലും എന്താണ്, ടൈ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഓവർ കൊണ്ടുവരണം എന്ന് ICC ഒരു 8 മാസം മുമ്പ് വരെ പിന്നെ ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല. നമ്മുടെ മോട്ടീവ് ഒന്നുമല്ല. നമ്മളെന്ന് പറയാൻ വന്നത്, ഇനി അടുത്ത മൂന്നാമത്തെ കളികൾ ഇനി മഴയായിട്ട് വന്ന് ഈ പറഞ്ഞതുപോലെ എന്താണ്, കളി നടക്കാതിരുന്ന റിസർവ് ഡേ ഒന്നുമില്ല. ഇന്ത്യ എന്ത് ചെയ്തു, ഈ പരമ്പര ഇന്ത്യക്ക് നഷ്ടപ്പെടും. ഇപ്പോഴും ഇന്ത്യക്ക് പരമ്പര ജയിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് സമനില പിടിക്കാം എന്നുള്ളതാണ്. അപ്പോ 2 കളികളിലും, ഈ ഒണ്ടേ തുടങ്ങി 2 കളിയിലും വളരെ ദയനീയമായിട്ട് സെക്കൻഡ് ബെഞ്ച്, അതായത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം മധ്യനിര ബാറ്റ്സ്മാൻമാര് വളരെ ദയനീയമായിട്ട് എന്ത് ചെയ്ത് ബാറ്റ് വെച്ച് അടിയറവ് പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ കുറെ ബാറ്റ്സ്മാൻമാരുടെ പിന്നീട് എന്താ, നമുക്ക് ചോദ്യത്തിന്റെ മുനയിലാണ് അവര്. കാരണം ഇവരെയൊക്കെ നമുക്കിനി വേണോ എന്നുള്ളതാണ്. അതായത് പണ്ടൊക്കെ സ്പിന്നറെ കളിക്കാൻ ഏറ്റവും നല്ല ടീം ഇന്ത്യ എന്ന് പറഞ്ഞു. സ്പിന്നർ സൂപ്പറായിട്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്, ഇന്ത്യ സൂപ്പറായിട്ട് പിന്നീട് സ്പിന്നേഴ്സിനെ കളിക്കും. പക്ഷെ ആ കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാർ ഇവിടെ ഈ പറയുന്ന ശ്രീലങ്കയുടെ തന്നെ 3ാം കട സ്പിന്നേഴ്സ് എന്ന് തന്നെ പറയാം. ഇന്നലെ 6 വിക്കറ്റ് എടുത്തവൻ പലപ്പോഴായി വന്ന് തിരിച്ചു പോയവനാണ്. അവന്റെ ഫ്രണ്ടിൽ തന്നെ എന്ത് ചെയ്തു, മുട്ടുകുത്തുന്ന അല്ലെങ്കിൽ മുട്ടുറയ്ക്കുന്ന മുള്ളുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇതിന് കുറച്ചുപേരെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പണിംഗ് കൂട്ടുകെട്ട് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശുഭ്മൻ ഗില്ലും ഈ പറയുന്ന രോഹിത് ശർമ്മ അറിയാലോ, പണ്ടത്തെ പോലെ ഇപ്പോഴും അവന്റെ എന്താണ് സാധാ ശൈലിയിൽ തന്നെ ആക്രമണ സ്വഭാവത്തോടു കൂടി തന്നെ ബാറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് റണ്ണും വരുന്നത്. ഇനി ശുഭ്മാൻ ഗില്ലിന്റെ കേസ് പറഞ്ഞാൽ, ശുഭ്മാൻ ഗില്ല് മുമ്പൊക്കെ നല്ല അടിയും പ്രിൻസ് എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ, നല്ല രീതിയിൽ പിന്നീട് എന്താണ് സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ശുഭ്മാൻ ഗിൽ ഇപ്പോൾ ഒരു മെല്ലപ്പോക്കാണ്. അവൻ അടിക്കാനൊക്കെ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗില്ലിന് ആദ്യം അവന്റെ ഗിയർ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരണം. മനസ്സിലായോ? അടിച്ച്, അതായത് രോഹിത് ശർമ്മയ്ക്ക് ഇങ്ങനെ ഈ കഴിഞ്ഞ കളിയാണ് പിന്നെയും ഒരുവിധമെങ്കിലും അടിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ കളി കൊട്ടി അവസാനം ബാറ്റ് കൈകൊണ്ട് പൊക്കിയപ്പോൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ശുഭ്മാൻ ഗില്ലിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ശുഭ്മാൻ ഗില്ലിയും ഈ പറയുന്ന പിന്നെ രോഹിത് ശർമ്മയും ഓപ്പണിംഗ്, അവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ശുഭ്മാൻ ഗില്ല് കളിച്ചില്ലെങ്കിൽ കൂടി രോഹിത് ശർമ്മ ആ പാട്ടും കൂടി കളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സേഫ് ആണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ശിവം ദുബെ ആണ്. ഈ ശിവം ദുബെ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനൊരു ഈ പറഞ്ഞ ഈ ഔട്ടായ 2ഉം പിന്നെ, അതായത് കഴിഞ്ഞിരുന്ന മുന്നത്തെ കളി ഇന്ത്യ ടൈയിൽ വരെ എത്തിച്ചു. പക്ഷെ എന്നിട്ട് അവിടെ നിന്ന് ഒരു റൺസ് എടുത്ത് ഇന്ത്യയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് സാധിച്ചില്ല. പിന്നെ ഫീൽഡിങ് വളരെ മോശമാണ്. ഇന്നത്തെ കളിയിൽ നിന്ന് കണ്ട ഫീൽഡിംഗ്, അവൻ ക്യാച്ച് എടുക്കാൻ പോകുന്നത് വരുമ്പോൾ മാങ്ങ പിടിക്കാൻ പോകുമ്പോഴാണ് പോകുന്നത്. ഒരു ക്യാച്ച് അവൻ കളഞ്ഞു, രണ്ടാമത്തത് എങ്ങനെയോ കയ്യിലിരുന്നതാണ്. സെയിം ഒരേ രീതിയിൽ 2 ക്യാച്ച് കളഞ്ഞു. അവന്റെ ബാറ്റിന്റെ മൂക്കിൽ വരെയാണെങ്കിൽ മാത്രം അവൻ അടിക്കുന്നുണ്ട്. അതായത് ഓവർ പിച്ചായിട്ട് വരുന്ന ബോളുകളാണ് അടിക്കുക, അല്ലാതെ ഒന്ന് മാറി വീഴുന്ന സ്പിന്നിനെ കളിക്കാൻ അറിഞ്ഞൂടെ. ഈ പറയുന്ന കൊച്ചു കുട്ടികളുടെ ഇതിനെക്കാട്ടി നല്ലതായിട്ട് കളിച്ചു. അത്രയ്ക്ക് പേടിച്ച് വിറച്ച് ബോളിന്റെ ദിശയോ അതിന്റെ ലെന്ത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഇന്ത്യൻ ടീമിലെ എടുക്കാൻ പിന്നീട് എന്താ പറയുക അർഹത ഇല്ലാത്തതുപോലെയാണ് ഈ പറയുന്ന ശിവം ദുബെ കളിക്കുന്നത്. അതായത് ഹാർദിക് പാണ്ഡ്യക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ 7 അഴലത്ത് വരുന്നില്ല അവൻ എന്നുള്ളതാണ്. ബാറ്റിംഗിലായിക്കോട്ടെ, ഫീൽഡിംഗ്, ഇവരൊരു ഓൾറൗണ്ടർ ആയിട്ടാണ് എടുത്തത്. ഇവർ എറിയുന്നത് 2 ഓവറാണ്. ഇതെന്ത് ഓൾറൗണ്ടറാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും 2. അപ്പൊ ആദ്യം ഇതിൽ നിന്ന് മാറ്റാനുള്ളത് ശിവം ദുബെ മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായി? ശിവം ദുബെ മാറ്റണം. അടുത്ത വാഷിംഗ്ടൺ സുന്ദർ. ഈ വാഷിംഗ്ടൺ സുന്ദറിന്റെ കേസും ഇതാണ്. വിക്കറ്റ് കിട്ടുന്നു, അത് ഈ പറയുന്ന
ഈ അവിടെ അസലങ്ക പോലുള്ള അവരുടെ പാർട്ടൈം വല്ലപ്പോഴേക്കും ഇന്ത്യ വരെ മാത്രമാണ് ബൗൾ ചെയ്തിട്ടാണ് എനിക്കറിയാന്നുള്ളത്. അസലങ്ക പോലുള്ളവ 3-4 വിക്കറ്റ് എടുക്കുമ്പോൾ പിന്നെ അവിടെ എന്തുകൊണ്ട് പിന്നെ ഇവരെ എടുത്തുകൂടാ? ഈ പറഞ്ഞ വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തുകൂടാ? വാഷിംഗ്ടൺ സുന്ദർ ഇതുപോലുള്ള ടേണിംഗ് പിച്ചിൽ വിക്കറ്റ് എടുക്കുന്നു. അതിപ്പോ എല്ലാവരും എടുക്കും. അതിപ്പോ ഈ പറഞ്ഞ പോലെ ആര് നമ്മുടെ സൂര്യകുമാർ യാദവ് വരെ വിക്കറ്റ് എടുത്തു. മനസ്സിലായി? അങ്ങനെ കിട്ടുന്ന വിക്കറ്റ് അല്ലാതെ ഒരു ഓൾറൗണ്ടർ ആയിട്ട് എനിക്ക് അവനെ പിന്നെ കാണാൻ സാധിക്കുന്നില്ല. അടിച്ചു ജയിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വീരോചിതമായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ മനോനില തെറ്റിക്കാനോ ആ ഒരു ഇത് അവന് കഴിവില്ല. വന്നും അവൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മൂട്ടി കിട്ടി അടിക്കും. അല്ലാതെ അതിനെ ഒരു എന്ത് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത് കളിക്കാൻ, അതായത് ഈ ബൗളേഴ്സ് എറിയുന്ന അവന്റെ ചിന്തകളിൽ നിന്ന് അപ്പുറമായി ചിന്തിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ഷോട്ട് കൊണ്ടുവരാനൊന്നും അവനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ സ്ഥാനത്ത് ആരാണ്? അക്ഷർ പട്ടേൽ സൂപ്പർ ആയിട്ട് പറയും, അവനെ കളിച്ചിരിക്കും, അവനെ റിവേഴ്സ് സ്വീപ്പ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് കയറി കളിക്കുന്നു. ഇവ അങ്ങനെയൊന്നുമില്ല, അവൻ കയറി കളിച്ചാൽ ഔട്ടാവും. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദർ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അത് ഇന്ത്യൻ ടീമിൽ കടക്കാൻ അവൻ അർഹത ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. ഇത്രയും ദിവസത്തെ കളി കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പ്ലെയറും ഈവൻ കിങ് കോഹ്ലി പോലും എനിക്ക് മാറ്ററേ ഇല്ല. കളിക്കുമ്പോൾ ഞാൻ കളിച്ചതായിട്ട് പറയും, അവനെ പ്രോത്സാഹിപ്പിക്കും. കളിച്ചില്ലെങ്കിൽ കുറ്റം പറയുക തന്നെ ചെയ്യും. അല്ലെ പണ്ട് അവന്റെ അച്ഛന്റെ മൂലത്തിൽ മറ്റേ അച്ഛൻ ആനക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് മോനെയും മറ്റേ പറഞ്ഞില്ലേ പാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയില്ല. കളിച്ചെന്ന് പറയും. നീയൊക്കെ നിരന്തരം ഇങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടെന്ന് പറയുക തന്നെ ചെയ്യും. അതിന് വേറെ മാറ്റമില്ല. പലരും കൂടെ കമന്റ് ഇടുന്നുണ്ട് ജയിക്കരുത്, തോക്കുമ്പോൾ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കളി കളിക്കുമ്പോൾ അവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കണം. കുറ്റങ്ങൾ അപ്പൊ തോക്കുമ്പോൾ വിമർശിക്കുകയും വേണം. വിമർശനവും പ്രോത്സാഹനവും ഒരുമിച്ച് വേണം. ഇപ്പൊ നാളെ ഈ പറയുന്നവൻ കളിച്ച് ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അല്ലാതെ അവൻ വന്നു 2 കൊല്ലം മുമ്പ് 2 സെഞ്ചുറി അടിച്ചു, അതുകൊണ്ട് തുടർച്ചയായിട്ട് ഔട്ടായാലും തേറ്റി അവൻ കഴിഞ്ഞ വർഷം 2 സെഞ്ചുറി അടിച്ചു. അതുകൊണ്ട് അങ്ങനെയല്ല, കളിക്കാനുള്ളത് കളിച്ചതിനെ വെറുതെ നല്ല പയ്യന്മാരെ കിടപ്പുണ്ട് വേറെ. ഇനി മുഹമ്മദ് സിറാജ് തേവയാടേ, മുഹമ്മദ് സിറാജ് തേവയാ. പണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം പിന്നീട് ഏഷ്യ കപ്പില് നിന്ന് ഈ ശ്രീലങ്കയ്ക്കെതിരെയായിട്ട് 6 വിക്കറ്റ് എന്തോ എടുത്തു. അതിന് ശരി എവിടെയെങ്കിലും വിക്കറ്റ് എടുക്കാനുണ്ടോ? ഒരു 10 കളി കളിക്കുമ്പോൾ 1-2 കളിയിൽ 1-2 വിക്കറ്റ് ഇടുന്നല്ല, അല്ലെങ്കിൽ ഒരു 10 കളി കളിക്കുമ്പോൾ 1-2 കളി 2-ൽ കൂടുതൽ വിക്കറ്റ്. അല്ലാതെ ഒരു വലിയൊരു ബൗളറായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആര്? ഈ പറയുന്ന മുഹമ്മദ് സിറാജ്. അവൻ തേവയാ എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. നമുക്ക് പറയാനുള്ളത് കോഹ്ലിയും ഈ പറയുന്ന KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഇവരെ എടുത്ത് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണും. ഈ 2 കളിയിൽ ഈ 3 പേര് ഫെയിൽ ആയിരുന്നു. KL രാഹുൽ ഫസ്റ്റ് കളി ഒരുവിധം കളിച്ചു, പക്ഷെ ഫിനിഷ് ചെയ്യണം. നമ്മളൊരു കളി വരുമ്പോൾ ഫിനിഷ് ചെയ്യണം. പകുതി വരെ അടിച്ചിട്ട് മറ്റേ മാലറ്റക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ KL രാഹുൽ പിന്നെ ശ്രേയസ് അയ്യറും എന്താണ് ഈ ശ്രേയസ് അയ്യറും ഈ പറഞ്ഞ പോലെ ഫ്ലോപ്പ് ആയിരുന്നു. 2 കളികളും ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ അവര് തിരിച്ചു വരണം. ഈ KL രാഹുലും ശ്രേയസ് അയ്യറും IPL കളിച്ചതിന്റെ ചിത്രം എവിടെ പോയി കറക്കമൊക്കെ ആയിരുന്നു. ഒരു കളി ഇനിയിപ്പോ ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പേ ഇനി 3 കളിയേ ഉള്ളൂ. ഈ കളി കഴിഞ്ഞാൽ പിന്നെ ഒരു മറ്റന്നത്തെ കളി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 കളിയേ ഉള്ളൂ ഇംഗ്ലണ്ടുമായിട്ട്. അത് കഴിഞ്ഞ പിന്നെ നേരെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കാണ് പോകണം. അപ്പൊ ഈ ടീമിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഈ 3 പേരും, അതായത് കോഹ്ലി ആയിക്കോട്ടെ, KL രാഹുൽ ആയിക്കോട്ടെ, ശ്രേയസ് അയ്യർ ആയിക്കോട്ടെ, ഈ 3 പേരും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ അവർ കുറച്ച് ആക്രമണോത്സവമായിട്ട് കളിക്കണം. അവർ ആക്രമിച്ച് കളിച്ചാൽ മാത്രമേ ഇന്ത്യ 3ാമത്തെ കളിയെങ്കിലും ജയിച്ച് ഈ ഒരു പരമ്പര സമനിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെ മാറ്റം വരുത്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആദ്യം ഈ ശിവം ദുബെ കൊണ്ട് അവൻ ഓൾറൗണ്ട് ആയിട്ട് എറിഞ്ഞു, അവനെ കൊണ്ട് ബാറ്റിംഗ് ചെയ്യാനും പറ്റില്ല, അവനെ കൊണ്ട് നിങ്ങൾ എറിയിപ്പിക്കുന്നുമില്ല. അവിടെ അറിയാലോ ശ്രീലങ്കൻ പിച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സ്പിന്നിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. ആ സമയത്ത് അവന് പകരം റിയാൻ പരാഗിനെ കൊണ്ടുവരണം. മനസ്സിലായോ? റിയാൻ പരാഗിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെയും കാട്ടി ബാറ്റ് ചെയ്യുകയും ചെയ്യും, അവൻ സ്പിന്നിങ് ചെയ്യും, അവനെ കൊണ്ട് എറിയിക്കാനും പറ്റും. മനസ്സിലായോ? റിയാൻ പരാഗിനെ കൊണ്ടെന്ത് ചെയ്യും? അവൻ ബാറ്റിങ്ങും ചെയ്യും, അവിടെ സ്പിന്ന് പറയിക്കും. പിന്നെ എനിക്ക് ഒരു ചേഞ്ചും കൂടി ഞാൻ പറഞ്ഞു. ഈ ശ്രീലങ്കയ്ക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫാസ്റ്റ് ബോളർ അവരെല്ലാം സ്പിന്നറെ കൊണ്ടാണ് എറിഞ്ഞ് തള്ളിയിട്ടത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ഒരിക്കലും പറയില്ല KL രാഹുലിനെ മാറ്റിക്കൊണ്ട് അവിടെ പിന്നെ ഋഷഭ് പന്തിനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം KL രാഹുൽ ഒരു കളി കളിച്ചു, അടുത്ത കളി ശരി ഡക്കായി എന്നും പറഞ്ഞുകൊണ്ട് KL രാഹുൽ നമുക്ക് പെട്ടെന്ന് എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ഈ ശിവൻ ഡൂബൻ ഞാൻ പറഞ്ഞ കുറെ കളി കൊണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കുറെ കളിയുടെ ടോപ്പാണ്. അവനൊരു എക്സ്ട്രാ ഓർഡിനറി ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ ഈ പറയുന്ന യുവരാജ് സിംഗിന് പകരക്കാരനായിട്ടോ, യുവരാജ് സിംഗ് എവിടെ? ആദ്യം നീ ഈ പറയുന്ന പിന്നെ ഋഷഭ് പന്തിനെ പോലെയെങ്കിലും കളിക്ക്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ഒരു എക്സ്ട്രാ ഓർഡിനറി ബാറ്റ്സ്മാൻ ആയിട്ടോ, ഫീൽഡിംഗിലായിക്കോട്ടെ, ബാറ്റിംഗിലായിക്കോട്ടെ, ബൗളിംഗിലായിക്കോട്ടെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ ബാറ്റിന്റെ അത് IPL ഏതെങ്കിലും
മൂന്നാംകട ബൗളർമാരെ കൊണ്ട് എറിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇട്ട് അടിക്കുന്നുണ്ട്. ഇപ്പൊ പറ ഇതുപോലെ രാജ്യാന്തര മത്സരങ്ങളിൽ മനസ്സിലായോ, ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ കളികളിൽ വന്ന് അവിടെയുള്ള ബൗളേഴ്സിനെ നേരിട്ട് അവരെ അടിച്ചാൽ മാത്രമേ നീ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശിവം ദുബേനെ മാറ്റിക്കൊണ്ട് അവിടെ ആര് വരണം? റിയാൻ പരാഗിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ നമ്മുടെ ഏതാണ് മുഹമ്മദ് സിറാജിനെ വേണമെങ്കിൽ മുഹമ്മദ് സിറാജിനെ നമുക്ക് മാറ്റിയിട്ട് അവിടെ ആരെ തന്നെ കൊണ്ടുവരാം, വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെ കൊണ്ടുവരാം. കാരണം സ്പിന്നിനാണ് വിക്കറ്റ് കിട്ടുന്നത്. അവിടെ മുഹമ്മദ് സിറാജിന് വരെ വിക്കറ്റേ കിട്ടുന്നില്ല. ആദ്യം എങ്ങനെ ഒരു വിക്കറ്റ് ഇടുന്നില്ല കിട്ടും, പക്ഷെ ഹർഷദീപ് സിംഗ് ഒരുവിധം എറിയുന്നുണ്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അടുത്ത കളി എന്തൊക്കെ നിങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ മാറ്റങ്ങൾ നടത്തിയില്ലെങ്കിലും റിയാൻ പരാഗിനെ കൊണ്ടുവരണം. അവൻ ഒരു സ്പിന്നറും കൂടിയാണ് എന്നുള്ളതാണ്. ബാറ്റ്സ്മാനേക്കാൾ ഉപരി അവനൊരു സ്പിന്നറാണ്. കാരണം കഴിഞ്ഞ കളിയിലൊക്കെ ഈ പറഞ്ഞ രോഹിത് ശർമ്മ വരെ എറിഞ്ഞ് പരീക്ഷിച്ചു നോക്കി. അപ്പൊ ആ സ്ഥാനത്ത് ഒരു സ്പിന്നർ ഉണ്ട് നമുക്ക്. റിയാൻ പരാഗ് നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ടീമിൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിച്ചിന് എന്തിനാണ് നിങ്ങൾ ടീമിൽ എടുത്തത്? ഇതുപോലെ സ്പിന്നറെ തുണയ്ക്കുന്ന പിച്ച് ആണെങ്കിൽ അവിടെ അവനെ ഇറക്കി പരീക്ഷിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾ ഉദ്ദേശം. അല്ല ചുമ്മാ അവനെ ടീം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ 2 കളി കൊണ്ട് തുടർച്ചയായിട്ട് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ ഫീൽഡിങ്ങിലോ ഫ്ലോപ്പായി നിൽക്കുന്ന ആര് ശിവൻ ദുബെ എടുത്തെറിഞ്ഞുകൊണ്ട് അവിടെ റിയാൻ പരാഗിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പരമ്പരയിൽ അടുത്ത കളി ജയിച്ച് പരമ്പര സമനില പിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.